എടാ നീ എന്നെ വിളിച്ചു വരുത്തിയ കാര്യം എന്താന്ന് പറയ്. എടാ നിനക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് കുറെ പൈസ ഉണ്ടാക്കണം. വേണം. കണ്ടോ, എനിക്ക് നല്ലൊരു മൊബൈൽ ഇല്ല, കൊള്ളാവുന്ന ഒരു ജീൻസ് ഇല്ല. എടാ പണം ഉണ്ടെങ്കിൽ എല്ലാം കയ്യിൽ വരും. പിന്നാലെ നടക്ക പെമ്പിള്ളേർ വരെ വരും. പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ എന്ത് വയ്യ ഈ കണ്ട്? നീ പഠിച്ചു മറന്ന പാഠങ്ങൾ ഒന്നുകൂടി മനസ്സിരുത്തി വായിക്കുക. അതൊരു പേപ്പറിൽ എഴുതി വെക്കുക, അത് മതി. അങ്ങനെ എഴുതി ചേർന്ന പൈസ കിട്ടുക? എടാ നിനക്കുള്ള പൈസ ഞാൻ തരും. നിന്റെ ഓർമ്മശക്തി പരീക്ഷിക്കാനൊന്ന് അങ്ങനെ ഉണ്ടാ മതി. 1ാം ക്ലാസ് വിട്ട് പഠിച്ച മുഴുവൻ എഴുതിയേക്കണോ? പലതും മറന്നുപോയി. 1ാം ക്ലാസ് ഒന്നും വേണ്ട. കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് നീ പഠിച്ച +2 പാഠങ്ങൾ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതെനിക്ക് കുറച്ച് ഓർമ്മയൊക്കെ ഉണ്ട്. എന്നാ വെറും 3 മണിക്കൂർ കൊണ്ട് അതൊരു കടലാസ് പകർത്തി വെക്കണം. പകർത്തി വെച്ച എനിക്കിപ്പോ എന്താ കിട്ടുക? 20,000 റുപ്യ. 20,000 റുപ്യോ? ചേടാ ഈ പൈസക്ക് ആവശ്യമുള്ളതല്ലേ. എന്റെ വീട്ടിലാണെങ്കിൽ പൈസക്ക് ഒരു കുറവുമില്ല. എങ്ങനെ പൈസ ചെലവാക്കണം എന്നല്ലാതെ കഷ്ടപ്പെടുകയാണ് ഡാഡി മമ്മി. എനിക്ക് പൈസ തരാൻ വേണ്ടിട്ട് ഈ വെറുതെ വാതുവെപ്പ് ഉണ്ടാക്കുകയാണോ? അങ്ങനല്ല, എനിക്കും ചില നേട്ടങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ. എന്നാ പിന്നെ ഞാൻ ഇന്ന് തന്നെ പഴയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഓടിച്ചോ. നാളെ തന്നെ വന്ന എഴുതിക്കളെ. നാളത്തൊന്നും വേണ്ട, വരുന്ന 10-ാം തീയതിക്കുള്ളിൽ. അതുവരെ നിനക്ക് സമയമുണ്ട്. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോ. അല്ല 10-ാം തീയതി എവിടെ ഇരുന്നാ ഞാൻ ചെയ്തണ്ട്? പരീക്ഷ ഹാളില്. പരീക്ഷ ഹാളിലോ? അതെ, എന്റെ +2 സേ പരീക്ഷ തുടങ്ങുന്ന ദിവസമാണ്. എനിക്ക് പകരം നീ പരീക്ഷ എഴുതുന്നു. നീ പരീക്ഷ എഴുതാൻ ഞാൻ ജയിക്കും, അതെനിക്ക് ഉറപ്പാ. ഞാൻ പരീക്ഷ ചെയ്താൽ എങ്ങനെയാ നീ ജയിക്കുക? എടാ അന്നത്തെ ദിവസം നീയാണ് ഞാൻ. അല്ലടോ, അത് ആൾമാറാട്ടല്ലേ? അങ്ങനെ പറയാം. പക്ഷെ ഒരു സുഹൃത്തിന് നീ ചെയ്തു കൊടുക്കുന്ന ഒരു ഉപകാരം അങ്ങനെ കാണണം. പക്ഷെ നിന്റെ അധ്വാനത്തിനുള്ള മാന്യമായ പ്രതിഫലം അത് ഞാൻ തരും. എനിക്ക് പേടിയാണ്, എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മയപ്പം പിന്നെ എന്നെ വെച്ചേക്കല. എടാ 20,000 റുപ്യ എന്നെ അവരുടെ മുന്നിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇത്രയും പൈസ ഒരിക്കലും നിന്റെ മീൻകാരനും ഇപ്പൊ കണ്ടിട്ടുണ്ടാവില്ല. വിവേകെ, നമ്മൾ ചെയ്യുന്ന ഒരു അവിവേകാവോ? എടാ ടിക്കറ്റിൽ എന്റെ ഫോട്ടോ മാറ്റി നിന്റെ ഫോട്ടോ അതോടെ തീർന്നല്ല. ആർക്കും ഒരു സംശയം തോന്നില്ല. ഞാൻ ഓർത്ത് വരുന്നു. എന്നാ ഒരു കൈ നോക്കല്ലേ? ഇതാ നിന്റെ ടോക്കൺ. ബാക്കി പൈസ ഇപ്പൊ തരൂ. പരീക്ഷ തൊട്ട് മുമ്പ്. ശരി ശരി. ആ